മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ എന്നുള്ളത് വലിയൊരു ആശങ്കയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് അഡ്വക്കേറ്റ് റസൽ ജോയ്. ഇന്ന് ABC പ്രേക്ഷകർക്കൊപ്പം അഡ്വക്കേറ്റ് റസൽ ജോയ് ഉണ്ട്. സ്വാഗതം. ഈ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നു. പക്ഷേ തമിഴ്നാട് ഉൾപ്പെടെയുള്ളവർ കേന്ദ്ര സർക്കാരൊക്കെ ഉറപ്പ് നൽകുന്നു ആ ഡാം പൊട്ടില്ല എന്ന്. പിന്നെ ആർക്കാണ് ആശങ്ക? എനിക്കും അങ്ങനെ തന്നെ തോന്നണേ. ഞാൻ തോന്നുന്നത് അവർ പൊട്ടില്ല എന്ന് പറയുന്ന കാരണം കൊണ്ടല്ല എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ ഡീകമ്മീഷന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അത് സഫലമാകുന്നത് വരെ ഞാനിതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് ദൈവം പിടിച്ചു നിർത്തും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനും പൊട്ടില്ല എന്ന് തന്നെയാണ് പറയണേ. സുർക്കി ഉൾപ്പെടെയുള്ള മിശ്രിതമാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അവർ പറയുന്നത് ഇപ്പോൾ 50 വർഷമാണ് പറയുന്നതെങ്കിൽ അതിനപ്പുറത്തേക്ക് നിൽക്കാൻ കഴിയുന്നുണ്ട് എന്ന് ഡാം പിന്നീട് പരിശോധിച്ച ഓരോ ഘട്ടത്തിലും സേഫ്റ്റി ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ കാര്യങ്ങൾ അത് കേന്ദ്ര സർക്കാരിനെ ഉൾപ്പെടെ അറിയിച്ചു. അപ്പം അതിനെ നമ്മൾ അത്ര നിസ്സാരമായി കാണണോ? അത് വിശ്വസിച്ചൂടെ? അത് വിശ്വസിക്കാം. പക്ഷേ ഇത് ആദ്യമായിട്ട് ഇത് തകർച്ചയിലാണ്. ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ വേണമെന്ന് പറയുന്നത് സെൻട്രൽ വാട്ടർ കമ്മീഷൻ തന്നെയാണ്. 60 വർഷമായി. അപ്പോൾ ഡാം തകരും, ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു ഏജൻസി, അതും സെൻട്രൽ വാട്ടർ കമ്മീഷൻ പറഞ്ഞപ്പോൾ 60 വർഷം കഴിഞ്ഞിട്ട് പിന്നീട് അതിന് ബലം കൂടി റിപ്പയറിങ് കൊണ്ട് എന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ പിന്നെ റിപ്പയറിങ് നടക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ഇല്ല. റിപ്പയറിംഗ് എന്ന് പറഞ്ഞൊരു ഫ്ലോലെസ് മെത്തേഡ് ഇല്ല റിപ്പയർ ചെയ്യാനുള്ള. ഇപ്പോൾ ലോകത്തുള്ള ഡെവലപ്ഡ് കൺട്രീസൊന്നും ഡാം റിപ്പയർ ചെയ്യാറില്ല. റിപ്പയർ ചെയ്യുന്ന മണ്ടന്മാർ ഇവിടെ മാത്രമേ ഉള്ളൂ. വെള്ളം നിറച്ച ഡാമിൽ കൊണ്ടുവന്ന് ഓരോ പണികൾ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അത് ഇപ്പോൾ ജനങ്ങൾക്ക് അതൊരു വലിയ ഭീതിയായിട്ട് വരുന്നു. എനിക്കാ ഭീതി ഇല്ലാത്തേ ഉള്ളൂ. ഞാനതൊരു ഇങ്ങനത്തെ ഒരു നേരത്തെ പറഞ്ഞ വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. സാധാരണ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ഭീതി ഉണ്ടാവും. എപ്പോഴും ഉണ്ടാക്കിയ ഒരു കരാറാണ് ഇതിനകത്ത് പ്രശ്നം എന്ന് പറയപ്പെടുന്നത്. ശരിക്കും കരാറാണോ പ്രശ്നം കേരളവും തമിഴ്നാടും തമ്മിലുള്ള? കരാറിപ്പില്ല. അതല്ലേ ഈ മുല്ലപ്പെരിയാർ ഡാം കരാറില്ല. അതായത് ഇത് 1941 കേരളം കണ്ട ഏറ്റവും മഹാനായ ഒരു ദിവാൻ സർ CP രാമസ്വാമി അയ്യർ ഊണും ഉറക്കവും വെടിഞ്ഞ് കേരളത്തിന് വേണ്ടി ഓടി മുല്ലപ്പെരിയാർ പാട്ടക്കരാറിലുള്ള ആർബിട്രേഷൻ ക്ലോസ് കണ്ടുപിടിച്ച് ആ ആർബിട്രേഷൻ ക്ലോസ് ഇൻവോക്ക് ചെയ്ത് കേസ് കൊടുത്തു. അപ്പോൾ 2 ആർബിട്രേറ്ററാണ് ഉണ്ടായത്. ഈ 2 ആർബിട്രേറ്റർ പരസ്പരം വിയോജിച്ച് അങ്ങനെ ഈ കേസ് അമ്പയറുടെ അടുത്ത് വരാണ്. അപ്പോൾ നളിനി രഞ്ജൻ ചാറ്റർജി എന്ന് പറയുന്ന ഒരു അമ്പയറായിരുന്നു. കൽക്കട്ട ഹൈക്കോടതിയിലെ റിട്ടയർഡ് ജഡ്ജായിരുന്നു. അവർ തിരുവിതാംകൂറിന് അനുകൂലമായിട്ടാണ് വിധിച്ചത്. കരാർ റദ്ദാക്കി. കാരണം തമിഴ്നാട് അന്നത്തെ ബ്രിട്ടീഷ് പ്രസിഡൻസി, അതാണ് നമ്മൾ ആലോചിക്കണം. ഈ സർ CP രാമസ്വാമി അയ്യർ യുദ്ധം ചെയ്തത് ബ്രിട്ടീഷ് പ്രസിഡൻസിയോടാണ്. എന്നിട്ടതിൽ സർ CP രാമസ്വാമി അയ്യർ വിജയിച്ചു. അമ്പയറുടെ വിധി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയായിരുന്നു. എത്ര വലിയ വിധിയാണെന്ന് ഓർക്കണം. ആ ദിവാനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? സിനുവിനെ അറിയോ? ഓടിക്കല്ല, മൂക്ക് ചെത്തി വിട്ടത്. മലയാളി അതാണ്. ഈ മലയാളിക്ക് തലച്ചോറിന് പകരമുള്ളത് തലയിലുള്ളത് രാഷ്ട്രീയമാണ്. അതിപ്പോഴും അത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ അന്ന് കരാറ് റദ്ദായി പോയതാണ്. അതിനുശേഷം 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരാണ്. ആ ആക്ടിൻ്റെ ഉദ്ദേശം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ക്രൗണിനെതിരെ ലിറ്റിഗേഷൻസ് വരരുത്. ഒരു ഇന്ത്യൻ പൗരനോ ഒരു ഇന്ത്യയിലെ ഒരു ഓർഗനൈസേഷനോ ഒരു കമ്പനിയോ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ, അതായത് ക്രൗണിനെതിരെ കേസ് കൊടുക്കരുത്. അതുകൊണ്ട് നാട്ടുരാജ്യങ്ങളുമായിട്ടുള്ള എല്ലാ കരാറുകളും റദ്ദ് ചെയ്തിട്ടാണ് ബ്രിട്ടീഷുകാർ പോയത്. അതിൽ ഈ മുല്ലപ്പെരിയാർ കരാറും പെടും. അത് പ്രോപ്പറായിട്ട് സുപ്രീം കോടതിയിൽ ആർഗ്യൂ ചെയ്തിട്ടില്ല കേട്ടോ, അതും പറയേണ്ടി വരും. അതിലൊരു സുപ്രീം കോടതി ആ കരാർ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം റദ്ദായി പോയി എന്ന് പറയാൻ സുപ്രീം കോടതിക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് വേണ്ട സപ്പോർട്ടിംഗ് ഡാറ്റാസ് കൊടുക്കുന്നതിൽ കേരളം പരാജയപ്പെട്ടു എന്ന് പറയണം. പിന്നെ 1947 റോയൽ പ്രൊക്ലമേഷൻ ഉണ്ട്. നമുക്ക് അറിയാം, കിങ് ക്യാൻ ഡു നോ റോങ് എന്നാണ് ഇംഗ്ലീഷുകാർ പറയുന്നത്. നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ രാജശാസന
കല്ലേ പിളർക്കും. 1947 തിരുവിതാംകൂർ മഹാരാജാവ്, അന്നത്തെ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവായിരുന്നു. അദ്ദേഹം ഈ കരാർ റദ്ദാക്കി രാജശാസനം പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയും കരാറില്ല. അതൊരു എക്സ്പ്രസ് റോയൽ പ്രൊക്ലമേഷൻ അല്ല എന്നാണ് സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ. അപ്പോൾ അങ്ങനെ കണ്ടെത്തണമെങ്കിൽ ഡാറ്റാസ് ഒന്നും കേരള ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. കേരള ഗവൺമെൻറ് ആവശ്യമായ രേഖകൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അതൊരു എക്സ്പ്രസ് റോയൽ പ്രൊക്ലമേഷൻ അല്ല എന്നാണ് സുപ്രീം കോടതിയുടെ ഫൈൻഡിങ്. അതിനുശേഷം 1956 സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്റ്റും വന്നു. അത് പ്രകാരം ഈ കരാർ റദ്ദായി പോയതാണ്. ആ കരാറിനാണ് 1970 CH മേനോൻ അക്നോളജ് ചെയ്ത് വീണ്ടും ശക്തി പ്രാപിച്ചു കൊടുത്തത്. അതാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയമാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. ശരിക്കും ഈ അച്യുതമേനോൻ സർക്കാർ കാണിച്ച മണ്ടത്തരമാണോ? മണ്ടത്തരമൊന്നുമല്ല. അതിപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്ന് പറയാനൊന്നും പറ്റുമൊന്നുമില്ല. അതിൻ്റെ പുറകിൽ മണി ഇൻവോൾവ്, അത്രേ എനിക്ക് പറയാം. ആര് വാങ്ങിച്ചു എന്നുള്ളത് അന്ന് CPIയുടെ മുഖ്യമന്ത്രിയായിരുന്നു CH മേനോൻ. അത് ആര് വാങ്ങിച്ചു എന്നുള്ളത് നമുക്കിപ്പോഴും കണ്ടുപിടിക്കാം. അന്നത്തെ 1970 CPI എന്ന് പറയുന്ന പാർട്ടിയുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിച്ചാൽ മതിയാവും. എങ്ങനെ കല്യാണസുന്ദരം എന്ന് പറയുന്ന ഒരു MP മധുരയിൽ നിന്നുണ്ടായി എന്നും കൂടി ചേർത്ത് അന്വേഷിച്ചാൽ കുറച്ചുകൂടെ ക്ലിയർ ആവും. ആരന്വേഷിക്കാനാ സീനും? ഇതൊക്കെ ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ രാഷ്ട്രീയമാണ് നമ്മുടെ പ്രശ്നം. പക്ഷേ അച്യുതമേനോൻ സർക്കാർ അന്ന് ഒരു സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുത്തിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമായിരുന്നു. അല്ലെങ്കിൽ ഈ ഡാമിൻ്റെ പരിചരണ ചുമതല തമിഴ്നാടിന് കൊടുക്കുന്നതിൽ നിന്നെങ്കിലും നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റുമായിരുന്നില്ലേ? തീർച്ചയായിട്ടും പറ്റുമായിരുന്നു. ഇതിൽ ഈ പട്ടംതാണ് പിള്ള മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തമിഴ്നാട് താണു വീണ് പറഞ്ഞതാ കരാറ് പുതുക്കി കൊടുക്കാൻ. ചെയ്തില്ല അവർ രണ്ടുപേരും. EMS ചെയ്തില്ല, പട്ടംതാണും പിള്ളയും ചെയ്തില്ല. പക്ഷെ അവർ ചെയ്യാതിരുന്നൊരു കാര്യമുണ്ട്. കരാറ് റദ്ദ് ചെയ്തിട്ട് ഡാമിൻ്റെ ഭരണം ഏറ്റെടുക്കണമായിരുന്നു. അതും അവർ ചെയ്തില്ല. കരാറ് പുതുക്കി കൊടുത്തില്ല എന്നുള്ളത് അവർ ചെയ്തൊരു നല്ല കാര്യം. പക്ഷേ ഡാമിൻ്റെ ഭരണം, അതായത് നമ്മുടെ നാട്ടിൽ വേറെ ഒരു സ്റ്റേറ്റ് ഭരിക്കുക. അപ്പോൾ പിന്നെ ഇന്ത്യയുടെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അർത്ഥം എന്താണ്? ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട് സ്റ്റേറ്റിൻ്റെ അധികാരങ്ങളും അവകാശങ്ങളും. അതിനെ ഹനിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വേറൊരു സംസ്ഥാനം കയറി ഭരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നാണം കെട്ട ജനങ്ങളാണ് ഈ നാട്ടിലുള്ളതെന്നാണ്. അഭിമാനികളായ ജനങ്ങളല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ കയറി, നമ്മുടെ വീട്ടിൽ കയറി ഭരിക്കുക വേറെ അയൽവക്കക്കാരൻ നമ്മുടെ വീട്ടിൽ കയറി ഭരിക്കുന്ന പോലെയാണ് ഈ സംഭവം. നമ്മുടെ പെണ്ണും പിള്ളയും മക്കളെയൊക്കെ അയൽവക്കക്കാരൻ കയറി ഭരിച്ചാലുള്ള അവസ്ഥ എന്താണ്? അത്ര നാണം കെട്ട ജനമായിപ്പോയി നമ്മളെന്നുള്ള, ഞാൻ ഉൾപ്പെടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മലയാളി ഭയങ്കര അഭിമാനിയും ഭയങ്കര ബുദ്ധിമാനുമാണ്. തമിഴൻ ഭയങ്കര പ്രാന്തന്മാരാണ്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരാണ്, ബുദ്ധിയില്ലാത്തവരാണെന്ന്. സത്യത്തിൽ ഇവിടെ ആരാണ് ബുദ്ധിമാൻ, ആരാണ് മണ്ടൻ? കേരളവും തമിഴ്നാടും തമ്മിൽ ഈ കരാർ നോക്കിയാൽ. സീന് ചോദിച്ച വണ്ടർഫുൾ ചോദ്യമാണ്. നമ്മൾ എങ്ങനെ തമിഴരെ പുച്ഛിക്കും? എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ താണു വീണ് അവരുടെ കാല് വന്നിച്ച് കിടക്കാണ്. തമിഴ്നാട് ഇന്ത്യയിലെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയുള്ള സംസ്ഥാനമായി വളർന്നു കഴിഞ്ഞു. മനസ്സിലുണ്ട്? ആ നാടിൻ്റെ ഒരു നിശ്ചയദാർഢ്യവും ആ നാട്ടിലെ ഭരണാധികാരികളുടെ നിരന്തര പരിശ്രമം കൊണ്ടാണ് ആ അവസ്ഥയിലേക്ക് അവരെത്തിയത്. അവരെ നമ്മൾ പുച്ഛിക്കാൻ നടക്കണം. അപ്പോൾ നമ്മളെന്താവും? ഓരോ ജനിച്ചു വീണ കുഞ്ഞിന് വരെ 1.5 കോടി കടം. നമ്മൾ കൂപ്പുകുത്തി താഴേക്ക് പോകുന്നു. കുറേ വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന ആൾക്കാരില്ലെങ്കിൽ ഈ നാട് എന്തായി മാറും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ NRIസും അല്ലേ നമ്മുടെ എക്കണോമി നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. അല്ലാതെ ഇവിടെ ഉണ്ട്? എന്തുമാത്രം റിസോഴ്സസ് ഉണ്ട്. ഇവിടെ ഉള്ള സൂര്യപ്രകാശം പോലും ഇവർ ഉപയോഗിക്കുന്നില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉള്ള കേരളത്തിലുള്ള സൂര്യപ്രകാശം ഉപയോഗിച്ചാൽ ഗാർഹിക ഉപഭോഗത്തിനും വ്യാവസായിക ഉപഭോഗത്തിനുമുള്ള വൈദ്യുതി ഇവിടുന്ന് തന്നെ നമ്മൾ സോളാർ എനർജിയിൽ നിന്ന് തന്നെ കിട്ടും. ഞാൻ യൂറോപ്പിൽ ജർമ്മനിയിലായിരുന്നപ്പം അവിടെ ഫോട്ടോ വോൾട്ടൈക് എന്ന ടെക്നോളജി ഉപയോഗിച്ച് പുലർകാലം നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വെളിച്ചമില്ലേ, ആ വെളിച്ചത്തിൽ നിന്ന് അവിടെ പുലർകാലം മാത്രമല്ല, വിൻ്റർ സീസണൊക്കെ ആണെങ്കിൽ ഉച്ച വരെ ആ വെളിച്ചമുള്ളൂ. ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടുമാണ്.
ആ ഒരു ചെറിയ വെളിച്ചത്തിൽ നിന്ന് പോലും ഒരു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മൾ എത്രമാത്രം വെയിലാണ്, സൂര്യപ്രകാശമാണ് പാഴാക്കി കളയുന്നത്. എന്നിട്ട് 84 ഡാംസ് ഉണ്ടാക്കി വെച്ച് പ്രകൃതി മുഴുവനും നശിപ്പിച്ച് വെച്ചിരിക്കുന്നു. സത്യത്തിൽ ഈ കേരളം ഒരു ശക്തമായ നിലപാടെടുക്കാൻ ഒരു കാരണവശാലും തമിഴ്നാട് സമ്മതിക്കില്ല. കാരണം തമിഴ്നാട്ടിലെ 5 ജില്ലകൾക്ക് വെള്ളം കിട്ടണമെങ്കിൽ ഈ മുല്ലപ്പെരിയാർ ഡാം അവിടെ നിലനിൽക്കണം. അത് ഡീകമ്മീഷൻ ചെയ്താൽ 2-3 വർഷം കഴിഞ്ഞ് ഒരു ഡാം പുതുതായിട്ട് വരുള്ളൂ. അത്രയും കാലം തമിഴ്നാടിൻ്റെ പച്ചക്കറി ഉൽപ്പാദനമോ നെല്ലുൽപ്പാദനമോ കാർഷിക മേഖല ഏതാണ്ട് സ്തംഭിക്കും. ശരിയാണോ? അങ്ങനെയൊക്കെ പറഞ്ഞാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഏതോ ഒരു വരണ്ട പാടം കാണിച്ചിട്ട് വിണ്ട് കീറിയിരിക്കുന്ന പാടം കാണിച്ച് ഇതാണ് തമിഴ്നാടെന്നും പറഞ്ഞാണ് ഇത്രയും നാൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. പെനീക്കൊക്ക് വന്ന് അവരെ രക്ഷപ്പെടുത്തിയെന്ന് വേറൊരു കഥ. ഇതെല്ലാം വെറും കഥയാണ്. ഈ തേനി, ഡിണ്ടിഗൽ, ശിവഗംഗ തുടങ്ങി 5 ജില്ലകൾ. ഈ 5 ജില്ലകളിൽ ഒരു ജില്ല ഒഴിച്ച് ബാക്കിയുള്ള 4 ജില്ലകളിൽ നാഷണൽ ആവറേജിനേക്കാൾ മഴ പെയ്യുന്നുണ്ട്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലൊന്നും വെള്ളം ആവശ്യമില്ല. ആ മാസങ്ങളിൽ കേരളത്തിൽ പെയ്യുന്ന മഴ സ്റ്റോർ ചെയ്യാനായിട്ടൊരു സ്റ്റോറേജ് ടാങ്ക് അവർക്ക് വേണ്ടു. അതാണ് മുല്ലപ്പെരിയാർ ഡാം. അവർക്ക് വേണ്ടത് ഏപ്രിൽ മാസത്തിലാണ്. അപ്പം സിനുവിൻ്റെ ചോദ്യം എന്തായിരുന്നു? അതായത് ഈ കേരളത്തിൽ നിന്ന് വെള്ളം കിട്ടിയില്ലെങ്കിൽ 5 ജില്ലകളിലെ കൃഷി മനസ്സിലായി. അപ്പോൾ അവിടെ അങ്ങ് വരണ്ടു പോകും, തമിഴ് ജനത മുഴുവനും നശിക്കുമെന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയം. അതിൻ്റെ ലക്ഷ്യങ്ങൾ വേറെയാണ്. അവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. കുറച്ച് നാളത്തേക്ക് മുല്ലപ്പെരിയാർ വെള്ളം അങ്ങോട്ട് ചെല്ലാത്തത് കൊണ്ട് കുറച്ച് നാളത്തേക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അവർ അതിനുള്ള സൊല്യൂഷൻ അവർ കണ്ടെത്തിക്കോളും. അത് കേരളത്തിൽ കയറി കൊണ്ടുപോയിട്ടാണോ എങ്ങനെയാണെന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചത്. അവർക്കവിടെ അത്ര വലിയ വറീസിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർക്കവിടെ വെള്ളം ഉണ്ടെന്നുള്ളതാണ് സത്യം. പിന്നെ ഈ അധിക ജലം കൊണ്ട് അവർ അധികമായിട്ട് ഉൽപ്പാദനം നടത്തി വലിയൊരു സാമ്പത്തിക ശക്തിയായി മാറുന്നു എന്നുള്ളത് സത്യമാണ്. എന്തുകൊണ്ടാണ് പിന്നെ അവർ ഈ ഡീകമ്മീഷൻ ചെയ്യണം നമ്മളുടെ ആവശ്യത്തെ ഇവർ ശക്തിയുക്തം എതിർക്കുന്നത്? അതാണ് രാഷ്ട്രീയം. അത് ഞാൻ പറയുന്നതിൽ നന്നായിട്ട് തമിഴ്നാട് ഘടകം BJP പ്രസിഡന്റ് അണ്ണാമലൈ പറഞ്ഞിട്ടുണ്ട്. അണ്ണാമലൈ പറഞ്ഞത് മുല്ലപ്പെരിയാർ വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഇരു സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്ന പണസമ്പാദനത്തിന് നടത്തുന്ന നാടകമാണ് മുല്ലപ്പെരിയാർ വിഷയമെന്ന് അണ്ണാമലൈ പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിലെ പല കർഷക നേതാക്കൾക്കും അറിയാം. അതിൽ അബ്ബാസിക്ക എന്ന് പറയുന്ന ഒരു കർഷക നേതാവുണ്ട്. അത് ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. 5-6 വർഷം മുമ്പ് എന്നോട് പറഞ്ഞതാണ്. അദ്ദേഹം ഒരുപാട് വയസ്സായ ആളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞങ്ങളുടെ ഒരു എൻജിനീയറെ വിടാം, നിങ്ങളുടെ ഒരു എൻജിനീയറെ വിട്, എന്നിട്ട് അവർ എടുക്കുന്ന ഏത് തീരുമാനവും ഞങ്ങൾ അംഗീകരിക്കും. ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങൾക്ക് വെള്ളം കിട്ടണം. ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ അവരെടുക്കുന്ന ഏത് തീരുമാനവും ഞങ്ങൾ അംഗീകരിക്കും. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നമാണോ? അല്ല. അവിടുത്തെ കൃഷിക്കാരുടെ പ്രശ്നമാണോ? അല്ല. ഇത് രാഷ്ട്രീയമാണ് പ്രശ്നം. ആ രാഷ്ട്രീയം നമ്മുടെ ജീവൻ എടുക്കുന്ന അവസ്ഥയിലേക്ക് വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഇതിലെ ദുഃഖകരമായ കാര്യം. തമിഴ്നാട്ടിലെ ജനത്തിന് വെള്ളം കിട്ടിയാൽ മതി എന്നൊരു പറയുമ്പോൾ എന്തുമാത്രം സൊല്യൂഷൻസ് ഉണ്ട്. നമ്മുടെ വേമ്പനാട്ട് കായലിലെ വെള്ളം പാഴായി പോകുന്നു. ഇന്ത്യക്ക് മുഴുവനും കൊടുക്കാനുള്ള വെള്ളം വേമ്പനാട്ട് കായലിലുണ്ട്. കുട്ടനാട്ടിലെ വെള്ളക്കെട്ടുകൾ ഇല്ലാണ്ടാവും. കൃഷി കുട്ടനാട്ടിൽ വെള്ളം അടിച്ച് മാറ്റിയാ കൃഷി ചെയ്യണേ. അത് വേണ്ട. ഈ വെള്ളം അങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വെള്ളം അടിച്ച് മാറ്റി കൃഷി, അപ്പോൾ അവിടുത്തെ കൃഷി വർദ്ധിക്കും, വെള്ളക്കെട്ട് മാറും, കുട്ടനാട് സമ്പൽ സമൃദ്ധമാകും. ഈ വെള്ളം തിരിച്ച് കിഴക്കോട്ട് ഒഴിക്കാൻ മതി. അങ്ങനെ ഒരു ടെക്നോളജി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു എഞ്ചിനീയർ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതാണ് ഏറ്റവും, അതായത് ഭൂമിയുടെ, അദ്ദേഹം പറയുന്നത് റാന്നിയിൽ കഴിഞ്ഞ പ്രളയകാലത്ത് റാന്നിയിൽ വെള്ളം പൊങ്ങി, കൊച്ചിയിൽ പൊങ്ങിയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? റാന്നി കൊച്ചിയേക്കാൾ താഴ്ന്ന സ്ഥലമാണെന്നാണ് അല്ലേ? അതെ. നമ്മുടെ ധാരണ എന്താണ്? റാന്നി ഉയരത്തിലാണെന്നാണ്. അതെ. അതായത് ഭൂമി ഉരുണ്ടതാണെന്നും നമ്മളിപ്പോൾ കടപ്പുറത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കപ്പൽ കുഴിയിൽ നിന്ന് കയറി വരുന്ന പോലെയാണ്. അതെ അല്ലേ? അപ്പോൾ ആ ഭാഗം താഴ്ന്നതാണ് കൊച്ചിയേക്കാളും. അപ്പോൾ അതുപോലെ പുഴയിലും കർവേച്ചർ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഉദാഹരണം തന്നെ മതിയില്ല. റാന്നിയിൽ പൊങ്ങിയിട്ടില്ല,
ഉയർന്ന സ്ഥലങ്ങളിൽ പലയിടത്തും റാന്നിയിൽ പൊങ്ങി, കൊച്ചിയിൽ പൊങ്ങി, താഴ്ന്ന സ്ഥലങ്ങളിൽ പലയിടത്തും പൊങ്ങിയില്ല. നമ്മൾ താഴ്ന്നതാണെന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് പലയിടത്തും പൊങ്ങിയില്ല. അതേസമയം ഉയർന്നതാണെന്ന് നമ്മൾ വിചാരിക്കുന്ന പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി, പ്രളയം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം പറയുന്ന വാദഗതികളോട് ആ ഒരു കോമൺ സെൻസിൽ യോജിക്കാൻ പറ്റുമെന്നാണ്. പിന്നെ അദ്ദേഹം അതിന് പേറ്റൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ കേരള തമിഴ്നാട് സർക്കാരുകൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇത് തമിഴ്നാടിന് മൊത്തം വെള്ളം കിട്ടുന്ന കാര്യം അദ്ദേഹം പറയുന്നു. അല്ലാണ്ട് ഈ 5 ഡിസ്ട്രിക്റ്റ് മാത്രമല്ല, തമിഴ്നാടിന് മൊത്തം കിട്ടും. ഈ ഒരു പ്രോസസ്സിലൂടെ ചെന്നൈയിൽ വെള്ളം എത്തിക്കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ഉയരത്തിലാണ് വെള്ളം എത്തുന്നത്. അപ്പോൾ അവിടെ നിന്ന് പൈപ്പ് വഴി ടർബൈൻ കറക്കാൻ പറ്റും, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഈ പോകുന്ന സ്ഥലത്ത് പലയിടങ്ങളിലും ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. കേരളത്തിലും പലയിടങ്ങളിൽ പോകുന്ന സ്ഥലത്ത് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കണം. നമ്മൾ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് പറഞ്ഞാൽ അദ്ദേഹം അത് ഒരു തീസിസായിട്ട് ഉണ്ടാക്കി അതിന് പേറ്റൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും സത്യമാണെങ്കിൽ അതൊരു റവല്യൂഷനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഗവൺമെൻറ് പഠിക്കാൻ തയ്യാറാവണം. തമിഴ്നാടിന് വെള്ളം കൊടുക്കാൻ പറ്റും, അതൊരു സൊല്യൂഷൻ. അല്ലെങ്കിൽ തന്നെ ഈ 850 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് വെള്ളം കൊടുക്കാനായിട്ട് എന്തുമാത്രം സൊല്യൂഷൻസ് ഉണ്ട്. ഇനി ഡാംസ് തന്നെ വേണ്ട, കക്കി ഡാമിൽ നിന്ന് കൊടുക്കാം. കക്കി ഡാമിൽ നിന്ന് 52 കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാം. കരാർ പുതിയത് വരും. ഇവർക്കെല്ലാം പ്രശ്നം എന്താണെന്നറിയാം, കരാർ പുതിയത് വരരുത്. ഈ ടണൽ സിദ്ധാന്തക്കാരുടെയൊക്കെ പ്രശ്നം അതാണ്. അവർ തമിഴ്നാടിന് വേണ്ടി വാദിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ കരാറ് നിലനിർത്തണം, അതാണ് അവരുടെയൊക്കെ ഉദ്ദേശം. അപ്പം കക്കി ഡാമിൽ നിന്ന് കൊടുത്താൽ പുതിയ കരാറ് വരും, ഇടുക്കി ഡാമിൽ നിന്ന് കൊടുത്താൽ പുതിയ കരാറ് വരും. ഇതൊന്നുമില്ലാണ്ട് ആലുവ പുഴയിൽ നിന്ന് പമ്പ് ചെയ്ത് കൊടുത്താലും പുതിയ കരാറ് വരും. ഇതെല്ലാം പോസിബിളാണ്. വെള്ളപ്പം ഇറാനിൽ നിന്ന് പ്രകൃതിവാതകം ഇന്ത്യയിലേക്ക് എത്തിക്കാൻ പൈപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നു. അതെ, അത്രയും എത്തിക്കാൻ പറ്റുമെങ്കിൽ ആലുവ പുഴയിൽ നിന്ന് തൊട്ടടുത്ത് തമിഴ്നാട്ടിലേക്ക് കൊടുക്കാനാണ് പാട്. പറ്റുമത്. അതിനുള്ള ടെക്നോളജി ലോകത്തുണ്ട്. ഒരു വില്ലാണ് വേണ്ടത്. ഒരു ഗവൺമെൻറ്റിനൊരു വില്ല് വേണം, ജനങ്ങൾക്കൊരു വില്ല് വേണം. ഗവൺമെൻറ്റിനില്ലെങ്കിൽ ജനങ്ങൾക്കെങ്കിലും വേണം. നിങ്ങൾ ഈ ഞങ്ങളുടെ തലയിൽ, ഞങ്ങളുടെ മക്കളുടെ തലയിൽ ഇരിക്കുന്ന ഈ 130 വർഷം പഴക്കമുള്ള ഈ കൽക്കൂമ്പാരെടുത്ത് മാറ്റുക, വെള്ളം കൊടുക്കുക എന്ന് പറയാൻ, വെള്ളം വേറെ രീതിയിൽ വേറെ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ അംഗീകരിച്ച് വെള്ളം കൊടുക്കുക എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ പറയണം. ഉപ്പുതറയിൽ നിന്നൊരു പ്രക്ഷോഭം തുടങ്ങുന്നു, അത് പിന്നീട് കത്തിപ്പടരുന്നു. കേരളത്തിൻ്റെ എല്ലായിടത്തേക്കും അത് വ്യാപിക്കുന്നു, ജനങ്ങൾ ആശങ്കയിലാകുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ വക പാർട്ടി ഫണ്ട് എന്നതിൽ വലിയൊരു തുക ഇങ്ങോട്ട് കൊടുക്കുന്നു. തമിഴ്നാട്ടിലെ ഇലക്ഷൻ പ്രചരണത്തിന് CPMൻ്റെ നേതാക്കൾ പോകുന്നു. എങ്ങനെ കണക്ട് ചെയ്യും? അതിൽ തെറ്റൊന്നും പറയാനില്ല സിനു. കാരണം എന്ന് വെച്ചാൽ രാഷ്ട്രീയമല്ലേ. ഇപ്പം തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ ഒരു അവരുടെ ഒരു അല്ലീസിന് പണം കൊടുക്കുന്നു എന്നുള്ളതൊരു തെറ്റാന്ന് പറയാൻ പറ്റുമോ? അത് കൊടുക്കട്ടെ. പക്ഷേ അങ്ങനെ ഒരു വലിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ എത്തിക്കാൻ അവർക്ക് സാധിക്കില്ല. അതാണ് എൻ്റെ ചോദ്യം. ആ സൊല്യൂഷൻ ഉണ്ടാകാതിരിക്കാനാണ് തമിഴ്നാട് ഇത് ചെയ്യുന്നതെങ്കിലോ? നമ്മളുടെ ആവശ്യങ്ങളുമായി നമ്മൾ ഇനിയും മുന്നോട്ട് വരണ്ട, നമ്മൾ തമ്മിലുള്ള സൗഹൃദം ഇങ്ങനെ നിലനിർത്തണം എന്നതാണ് തമിഴ്നാടിൻ്റെ ആവശ്യം, കേരളത്തിൻ്റെ അല്ല. അങ്ങനെ ഒരു സാധ്യതയില്ലേ? സാധ്യത ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ചിന്തിക്കാം. സുപ്രീം കോടതിയിൽ പല കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യാനായിട്ട് തമിഴ്നാട്ടിലെ എഞ്ചിനീയർമാരും ഉദ്യോഗസ്ഥരെല്ലാം കൃത്യമായിട്ട് ചെല്ലുകയും കേരളത്തിലെ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് ചെല്ലാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഒരു ബന്ധമില്ലേ ഈ പറയുന്നതിനൊക്കെ? അതും ചിന്തിക്കാം, അങ്ങനെ ചിന്തിക്കാം, ബന്ധമുണ്ടെന്ന് ചിന്തിക്കാം. ഞാൻ ഈ കേസ് പഠിച്ചപ്പോൾ സിനുവിനൊരു കാര്യം മനസ്സിലായി. കേസ് പഠിച്ചപ്പോൾ നമ്മൾ വലിയ മഹാന്മാരാണെന്ന് വിചാരിച്ചിരുന്ന പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീണിട്ടുണ്ട്. ഞാനത് പറയാതിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് അവരെ നന്നാക്കലോ ഒന്നും അല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം വളരെ വളരെ ലിമിറ്റഡാണ്. ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം അവിടെ തീരാണ്. അല്ലാണ്ട് രാഷ്ട്രീയക്കാരെ നന്നാക്കാൻ ഞാൻ നടന്നാൽ ശരിയാവില്ല, അവരിട്ട് നന്നാവത്തുമില്ല, ഞാൻ മോശമാവുകയും ചെയ്യും. മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധിയായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. കേന്ദ്രം പറയുന്നു, തമിഴ്നാട് പറയുന്നു അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നു. കേരളം ഏതാണ്ട് അതിനെ അംഗീകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. എന്ത് സൊല്യൂഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്? സൊല്യൂഷൻ എനിക്ക് ഉണ്ടാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കണം എന്നുള്ളതാണ്. ഞാൻ വേറെ ഒരു കാര്യത്തിലേക്കും പോയിട്ടില്ല, കരാറിലേക്ക് പോയിട്ടില്ല.
ഞാൻ വിചാരിച്ചതാണ് കരാറിലേക്ക് പോകാം, പിന്നെ പല കാര്യം കൊണ്ട് അതിലേക്കൊക്കെ പോകാം. അപ്പോൾ അതൊരു ഇമ്മീഡിയറ്റ് തീർപ്പുണ്ടാവില്ല. ഞാൻ ആകെപ്പാടെ ഒരു കാര്യം ചെയ്തത് 14 സ്റ്റേറ്റിനെ കക്ഷിയാക്കി. അതവിടെ കിടന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഞാനതിൽ കടമ്പിടുത്തവും പിടിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളവും തമിഴ്നാടും കേസ് നടത്തിയപ്പോൾ കേരളവും തമിഴ്നാടും മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷ് പ്രസിഡൻസിയുടെ സക്സസേഴ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം ലക്ഷദ്വീപ് ഐലൻഡ്സ് ഉൾപ്പെടെ ഏകദേശം 14ഓളം സ്റ്റേറ്റ് ഉണ്ട്. അവരെ കക്ഷി ചേർക്കാണ്ട് കേസ് കേട്ട സുപ്രീം കോടതിയുടെ നടപടികൾ ശരിയല്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. നോൺ ജോയിൻറ്റർ ഓഫ് നെസസറി പാർട്ടീസ് എന്ന് പറഞ്ഞൊരു ലീഗൽ ദോഷമുണ്ട്. അപ്പോൾ അതൊക്കെ കേരള പറയണ്ട, ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊട്ടൊന്നും കയറുന്നില്ല. ഞാൻ പറയുന്നത് എന്താണ്, ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം അത് ജനങ്ങളുടെ ആവശ്യമാണ്, ജനങ്ങളുടെ ജീവൻ്റെ വിഷയമാണ്, കുട്ടികളുടെ വിഷയമാണ്, ഈ നാട്ടിൽ ഒരു 50 വയസ്സിന് താഴെയുള്ള എല്ലാവരുടെയും വിഷയമാണ്. അപ്പം അടുത്ത ജനറേഷൻ്റെ വിഷയമാണ്. അപ്പോൾ ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ചിട്ട് അത് എന്നുവരെ നിൽക്കും, അതിൻ്റെ ഡേറ്റ് ഓഫ് ഡീകമ്മീഷൻ എന്ന് നിർവീര്യമാക്കാൻ പറ്റും, ആ തീയതി പ്രഖ്യാപിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതൊരു പെട്ടെന്നുള്ളൊരു സൊല്യൂഷനാണ്. കാരണം ഒരു പഴകി ദ്രവിച്ച ഡാം ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ചെയ്യാൻ പറയും, അത്തരം എക്സ്പേർട്സ് വന്നാൽ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസവും പ്രതീക്ഷയും. അത് നടക്കും. അപ്പോൾ അതിന് ഗവൺമെൻറ് ഇപ്പോൾ കേരള ഗവൺമെൻറ് അവിടെ വന്നു വെച്ച് പറയുകയാണ്, സുപ്രീം കോടതി വന്നു വെച്ച് പറയുകയാണ്, ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല, അതിൻ്റെ ചിലവ് ഞങ്ങൾ വഹിച്ചോളാം, കേസ് തീർന്നു. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വന്ന് പറയുകയാണ്, ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല, അതിൻ്റെ ചിലവ് ഞങ്ങൾ വഹിച്ചോളാം. 2 സെൻറ്റൻസ് ഇട്ട് എഴുതി ഒരു അഫിഡവിറ്റ്, ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സമർപ്പിച്ചാൽ ഈ വിഷയം തീരാണ് അവിടെ. അങ്ങനെ സമർപ്പിക്കാതെ നിൽക്കുന്നതാണ് പ്രശ്നം. ഞാനിവിടുത്തെ സകല രാഷ്ട്രീയക്കാരോടും പറഞ്ഞു, നിങ്ങൾ പാർലമെൻറ്റിൽ, നിങ്ങൾ അസംബ്ലിയിൽ കേരള ഗവൺമെൻറ് ഈ 2 സെൻറ്റൻസ് എഴുതിയിട്ട് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് സമർപ്പിക്കുക എൻ്റെ കേസിൽ നിന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല. കേന്ദ്ര സർക്കാരിലെ 20 എംപിമാരോട് പറഞ്ഞിട്ടും അവർ ഇങ്ങനെ ഒരു ആവശ്യപ്പെട്ടിട്ടില്ല നാളെ ഇതുവരെ. കാരണം ഇത് ആവശ്യപ്പെട്ടാൽ കാര്യം മാറും, അതവർക്കറിയാം. കാര്യം മാറരുത്, കാര്യം ഇങ്ങനെ നടക്കണം. അവർ പുതിയ ഡാമിൻ്റെ പുറകെ നടക്കുന്നു, ഡീകമ്മീഷൻ ചെയ്തിട്ടില്ല, ഡീകമ്മീഷൻ ഓർഡർ വന്നിട്ടില്ല, പിന്നെ എന്തോന്ന് പുതിയ ഡാം? ഇത് നിർത്തിക്കൊണ്ട് ഇത് നല്ലൊരു ഡാമാണെന്ന് പറഞ്ഞിട്ടാണ് പുതിയ ഡാം ഉണ്ടാക്കാൻ പോകുന്നത്, എൻവയറമെൻറ്റൽ ക്ലിയറൻസിനൊക്കെ വേണ്ടി നടക്കുന്നത്. ഡീകമ്മീഷനാണ് വേണ്ടത്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് നിയമസഭയിൽ ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചൊരു പ്രമേയം പാസ്സാക്കിയിട്ടില്ല. കേരളത്തിൽ നിന്ന് വിജയിച്ചു പോകുന്ന 20 എംപിമാരും ഇതേ ആവശ്യത്തിൽ ഒന്നിച്ച് നിന്നിട്ടില്ല. പിന്നെ ഇത് നടക്കുമെന്ന് എങ്ങനെ പ്രതീക്ഷിക്കാം? കോടതി ഇടപെട്ട് നടക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സുപ്രീം കോടതി എൻ്റെ കേസിൽ ഒരു അനുകൂലമായ നിലപാട് ഈ കേന്ദ്ര സർക്കാർ എതിർത്താലും കേരള സർക്കാർ എതിർക്കുന്നില്ല കേട്ടോ. അതൊരു കാര്യമാണ്, അവർ മിണ്ടാതിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അവർ എത്ര നാൾ മിണ്ടാതിരിക്കും? നിങ്ങളുടെ ആ മൗനം സമ്മതമാണെന്ന് പറഞ്ഞിട്ട് കോടതി ഒരു ഉത്തരവ് പാസ്സാക്കും. അങ്ങനെ കോടതിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ കേസിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ. എനിക്ക് റിലയബിലിറ്റി സയൻസ് ഒന്നും അറിയില്ലായിരുന്നു ഞാൻ ആദ്യം കേസ് കൊടുത്തപ്പോൾ. അപ്പം ഞാൻ അന്ന് പറഞ്ഞത് ഇൻ്റർനാഷണൽ എക്സ്പേർട്സ് എന്നാണ് പറഞ്ഞത്. അപ്പം അന്ന് ദീപക് മിശ്ര എന്ന് പറഞ്ഞ ജഡ്ജായിരുന്നു. ആ ജഡ്ജ് കേരളത്തിലെ വക്കീലിനോട് ചോദിച്ചു, ഈ ഡാം എത്ര വർഷം പഴക്കമുണ്ട്? അന്ന് 123 വർഷം പഴക്കമെന്നാണ്. അന്ന് കേരളത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ അപ്പിയർ ചെയ്തിരുന്നത് കപിൽ സിബലാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത് 120. അപ്പോൾ കോടതി കുറച്ച് നേരത്തേക്കൊന്നും മിണ്ടിയില്ല. അപ്പം കോടതി അതിനുശേഷം ചോദിച്ചു, 123 വർഷം പഴക്കമുള്ള ഡാം മാറ്റിയിട്ട് പുതിയതൊന്നും പണിയുന്നതിന് എന്താ തടസ്സം? അതിന് കേരളത്തിലെ വക്കീലിന് മറുപടി ഉണ്ടായില്ല. അത് കഴിഞ്ഞ് കുറച്ചു നേരം കോടതി മിണ്ടാതിരുന്നിട്ട് വീണ്ടും ചോദിച്ച്, നിങ്ങൾ ഈ 123 വർഷം പഴക്കമുള്ള ഡാമിൻ്റെ അടിയിൽ ഉറങ്ങിക്കിടക്കുകയാണോ? അതിനും ഏതാനും നിമിഷം നേരത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല. അവസാനം കോടതിക്ക് അരിശം വന്നിട്ട് പറഞ്ഞത്, വൈ ഡിഡ് യു റൈസ് ടു ദ ഒക്കേഷൻ? നിങ്ങൾ എന്തുകൊണ്ട് സന്ദർഭത്തിനടുത്ത് ഉയരുന്നില്ല എന്ന് ചോദിച്ചാൽ, അതിൽ കൂടുതലൊരു പരമോന്നത നീതിപീഠം എന്താ ചോദിക്കുക? അതെല്ലാം അന്നത്തെ NDTVയിലൊക്കെ വലിയ വാർത്തയായിട്ട് വന്നു. തമിഴ്നാട്ടിലെ എല്ലാ മാധ്യമങ്ങളും അതൊരു മാധ്യമ ആഘോഷമാക്കി. ഹിന്ദി ബെൽറ്റിലെ മാധ്യമങ്ങളും അതൊരു വാർത്തയാക്കിയായിരുന്നു.
എന്നിട്ട് കോടതി പറഞ്ഞത്, അന്ന് ദീപക് മിശ്ര പറഞ്ഞത്, എങ്കിൽ പെറ്റീഷണർ പറയുന്നത് ഇൻ്റർനാഷണൽ എക്സ്പേർട്സ് വന്ന് ഡാം പരിശോധിക്കണമെന്നാണ്, അത് അലോ ചെയ്യാൻ പോവുകയെന്ന് പറഞ്ഞു. അപ്പോഴാണ് കേരളത്തിൻ്റെ വക്കീൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഇവിടെ ഒരു എംബേർഡ് കമ്മിറ്റി സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ കമ്മിറ്റി പറയുന്നത്, അതായത് ഉന്നതാധികാര സമിതി, ആ കമ്മിറ്റി പറയുന്നത് ഡാം ഈസ് സേഫ്. പിന്നെ സുപ്രീം കോടതി എന്ത് ചെയ്യും? സുപ്രീം കോടതിയുടെ മുമ്പിലുള്ള രേഖ അതാണ്. എംബോർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് ഡാം ഈസ് സേഫ് എന്ന്, ഡാം സുരക്ഷിതമാണ് എന്നുള്ള രേഖ അതിൻ്റെ മുമ്പിലിരിക്കണേ. അപ്പോൾ പിന്നെ കോടതിക്ക് എന്ത് ചെയ്യും? അപ്പോഴാണ് കോടതി പറഞ്ഞത്, എങ്കിൽ കേരളത്തിലെ ഒരാൾ പോലും മരണപ്പെടുകയോ ഒരാൾക്ക് പോലും പ്രോപ്പർട്ടി വസ്തുവകകൾ നഷ്ടപ്പെടുകയോ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും 3 ദുരന്ത നിവാരണ സമിതികൾ രൂപീകരിക്കണം, ഉറപ്പുവരുത്തണം. എന്ത്? കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും എന്ന് പറഞ്ഞാണ് കേരളത്തിന് അനുകൂലമായ ആദ്യത്തെ വിധിയാണെന്ന് ഓർക്കണം കേട്ടോ. ഈ കേരളവും തമിഴ്നാടും കൂടി ഈ സർക്കസ് കളിച്ചപ്പോഴൊന്നും ഒരു വിധിയും വന്നിട്ടില്ല കേരളത്തിന് അനുകൂലമായിട്ട്. കേരളത്തിന് അനുകൂലമായിട്ട് വന്ന ആദ്യത്തെ വിധി അതാണ്. അത് തമിഴ്നാട് മാധ്യമങ്ങൾ ഭയങ്കര ആഘോഷമാക്കി, മാധ്യമ ചർച്ചയാക്കി, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മാധ്യമ ചർച്ച ആദ്യം കിട്ടിയ അടിയാണല്ലോ അതിപ്പോൾ 3 ഗവൺമെൻറ്റുകളും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 3 ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ളത് വേണമെന്ന് തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളവും തമിഴ്നാടും കേന്ദ്ര സർക്കാരും അത് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഏറ്റവും വലിയ അടി എന്ന് പറഞ്ഞാൽ എൻ്റെ കേസിൽ തന്നെ സംഭവിച്ചതാണ്. അന്ന് പളനിസ്വാമി ആയിരുന്നു തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ. ഇവിടെയാണെങ്കിൽ ശ്രീ പിണറായി വിജയനായിരുന്നു. 2018 പ്രളയകാലത്ത് ശ്രീ പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതി. കത്തിതാണ്, എൻ്റെ നാട് പ്രളയത്തിലാണ്, എല്ലാ ഡാമുകളും നിറഞ്ഞിരിക്കും, കെട്ടിടങ്ങളെല്ലാം ഇടിഞ്ഞു വീഴുന്നു, ആളുകൾ മരിച്ചൊഴുകി നടക്കുന്നു. ആളുകൾ മാത്രമല്ല, കന്നുകാലികൾ, മിണ്ടാപ്രാണികളൊക്കെ ഒഴുകി നടക്കുന്നു, മഴ കനക്കുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി, താങ്കൾ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പിൽ നിന്ന് 142 നിന്ന് 139 3 അടി വെള്ളം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കത്തെഴുതിയത്. ആ കത്ത് വളരെ ദയനീയമായ കത്താണ്. ശ്രീ പിണറായി വിജയൻ ഏറ്റവും ദയനീയമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം മുമ്പിൽ കണ്ട വസ്തുതകൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് കത്തെഴുതിയത്. അതിന് തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? അതും അഹങ്കാരത്തോടെ ധാർഷ്ട്യത്തോടെ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ 3 അടി കുറയ്ക്കാനല്ല പോകുന്നത്, ഞങ്ങൾ 142 നിന്ന് 152 കൂട്ടാനാണ് പോകുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ചിന്തിക്കണം, അത്ര ധാർഷ്ട്യത്തോടെ, അത്ര അഹങ്കാരത്തോടെ ഇവിടെ മനുഷ്യൻ ഒഴുകി നടക്കുമ്പോൾ പോലും കേരളത്തോടൊരു കരുണ കാണിക്കാത്ത ഒരു സർക്കാരായിരുന്നു തമിഴ്നാട്ടിലുണ്ടായിരുന്നത്. അവർക്ക് വേണ്ടിയാണ് ഇവിടെ ആളുകൾ ടണൽ പണിയാൻ നടക്കുന്നത്. നമ്മളൊന്ന് ആലോചിക്കണം, എത്ര ക്രൂരതയാണ് ഈ നാട്ടിലെ ജനങ്ങൾ ബോധത്തോടെയോ ബോധമില്ലായ്മയോടോ പറയുന്നതെന്ന്. ആ നിമിഷം ഞാൻ പോയി സുപ്രീം കോടതി ഞാൻ എന്താ പറഞ്ഞത്? ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് തന്നെ പറഞ്ഞുള്ളൂ, അല്ല അതിൽ നിന്ന് ഒരു വാക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഞാൻ ചെയ്തില്ല. അത് തന്നെയാണ് പറഞ്ഞത്. കോടതി പറഞ്ഞ് 3 അടി കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ 3 സർക്കാരുകളുമുണ്ട്. എൻ്റെ കേസിലാണ് ആദ്യമായിട്ട് പ്രധാനമന്ത്രി എതിർകക്ഷിയായിട്ട് വരുന്നത്. ഈ കേരളവും തമിഴ്നാടും തമ്മിലുള്ള കേസിൽ കേന്ദ്ര സർക്കാർ ഇല്ല, സീനിലേ ഇല്ല. അപ്പം 3 സർക്കാരുകളും അവിടെയുണ്ട്. അവരോട് പറഞ്ഞ് വെള്ളം കുറയ്ക്കണം, അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അത് ഇന്ന് കുറയ്ക്കണമെന്നാ. അതാണ് അന്ന് മിസ്റ്റർ ഗാംഗോയി എന്ന് പറഞ്ഞ ജഡ്ജായിരുന്നു. അതിന് മുഴുവൻ പേര് ഞാൻ മറന്നുപോയി. ഗാംഗോയി, അത് അദ്ദേഹമായിരുന്നു. അദ്ദേഹമാണ് പറഞ്ഞത് ഇന്ന് കുറയ്ക്കണമല്ല, ഞാൻ അപേക്ഷ കൊടുത്ത ആ ദിവസം തന്നെ കുറയ്ക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം അവർ കിടുങ്ങിപ്പോയി, 3 സർക്കാരുകളും കിടുങ്ങി, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഊഹമില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ബന്ധപ്പെട്ട ആൾക്കാരോട് ഒന്ന് ആലോചിക്കാൻ വേണ്ടി 1 ദിവസത്തെ സമയം തരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കേസായിട്ട് നാളെ വിളിക്കാം, അല്ല നാളെയല്ല, നാളെ വിളിക്കാം, ആദ്യത്തെ കേസായിട്ട് നാളെ വിളിക്കാം, നാളെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. പിറ്റേന്ന് നിവൃത്തിയില്ലാതെ അവർ സമ്മതിക്കുകയാണ് ചെയ്തത്. 142 നിന്ന് 139 കുറയ്ക്കാമെന്ന് അവർ സമ്മതിച്ചു, കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ അത് അല്ലെങ്കിൽ കൂടുതൽ മനുഷ്യർ മരിച്ചൊഴുകി നടന്നാനെ ഇവിടെ.
എന്തായാലും കേരളത്തിലെ ഒരുപാട് ജില്ലകൾക്ക് മുന്നിൽ ഒരു ജലബോംബായിട്ട് ഈ മുല്ലപ്പെരിയാർ ഡാം നിൽക്കുക തന്നെയാണ്. ഏതായാലും താങ്കളുടെ പോരാട്ടം വിജയിക്കുമോ അതോ സർക്കാരിൻ്റെ കള്ളക്കളികൾ തുടരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയും വരുമല്ലോ എന്ന് സംബന്ധിച്ച് അത് സിനിമ ഒന്നും കാത്തിരുന്ന് കാണണ്ട, എൻ്റെ പ്രയത്നം തന്നെ വിജയിക്കും. കാരണം സത്യത്തിന് അന്തിമമായി ഒരു വിജയം ഉണ്ടാവും, കുറച്ച് വൈകിയാലും അത് വിജയിക്കും, അത് ഉറപ്പാണ്. ശുഭാപ്തി വിശ്വാസം എല്ലായ്പ്പോഴും നല്ലതായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.